ക്രൈസ്തവ സഭകൾ നടത്തുന്ന സന്നദ്ധ സംഘടനകൾക്കെതിരെയുള്ള വേട്ടയാടൽ തുടർന്ന് മധ്യപ്രദേശിലെ ബിജെപി സർക്കാർ ശിശു സംരക്ഷണ നിയമത്തിന്റെ വ്യവസ്ഥകൾ ലംഘിച്ചെന്നാരോപിച്ചാണ് ഭോപ്പാലിൽ ക്രിസ്തീയ പുരോഹിതനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത്. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ബിജെപി സർക്കാരിന്റെ നയത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നു. ഒരു ദശാബ്ദത്തിലേറെയായി ഭോപ്പാലിലെ ചേരി പ്രദേശങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന അഞ്ചൽ എന്ന NGO സംഘടനയുടെ ഡയറക്ടറും CMI പുരോഹിതനുമായ ഫാദർ അനിൽ മാത്യുവിനെയാണ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത്. ശിശു സംരക്ഷണ നിയമം ലംഘിച്ചു എന്നാരോപിച്ചാണ് ഇദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ആഴ്ച അഞ്ചൽ ചൈൽഡ് ഹോസ്റ്റലിൽ പരിശോധന നടത്തിയിരുന്നു. ഹോസ്റ്റലിനെ അനാഥാലയമായി തെറ്റായി കമ്മീഷൻ റിപ്പോർട്ട് നൽകിയെന്നും അധികൃതർ ആരോപിക്കുന്നു. ഫാദർ അനിൽ മാത്യുവിന്റെ ജാമ്യത്തിനു വേണ്ടി ശ്രമിക്കുകയാണെന്നും പോലീസ് എടുത്തത് കള്ളക്കേസാണെന്നും CMI സഭാ പുരോഹിതൻ ഫാദർ ഷിബു പറഞ്ഞു. BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് മതപരിവർത്തന വിരുദ്ധ നിയമം അനധികൃതമായി ഉപയോഗിച്ച് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന നിരവധി ക്രൈസ്തവ സ്ഥാപനങ്ങളെയും ലക്ഷ്യമിടുന്നതായി പരാതികളുണ്ട്. പുരോഹിതന്റെ അറസ്റ്റ് BJPയുടെ ന്യൂനപക്ഷ വേട്ടയുടെ ഉദാഹരണമാണെന്ന് ഡീൻ കുര്യാക്കോസ് MP വിമർശിച്ചു. ഇദ്ദേഹത്തെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നിവർക്ക് കത്ത് നൽകിയതായും MP പറഞ്ഞു. കൈരളി ന്യൂസ്, ദില്ലി.